ഷേർഖാൻ, നിങ്ങളുണ്ടായിട്ടും കുളത്തിലെ വെള്ളത്തിൽ വിഷം കലർന്നു. വെള്ളം കുടിക്കുന്ന മൃഗങ്ങളുടെ ആരോഗ്യം മോശമാവുകയാണ് അനുദിനം. ഇനി ഒരു മൃഗങ്ങളും ഈ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കരുത്. പക്ഷേ ദാഹം സഹിക്കാനും കഴിയില്ലല്ലോ. അങ്ങ് രാജാവായിരിക്കുമ്പോൾ മൃഗങ്ങൾ ദാഹിച്ചു കഴിയേണ്ടി വന്നാൽ അങ്ങേക്ക് രാജാവാകാനുള്ള കഴിവില്ല എന്നാണ് അർത്ഥം. ആദ്യം ഞാനൊന്ന് അന്വേഷിക്കട്ടെ വെള്ളം എങ്ങനെ വിഷമായി എന്ന്. എന്നിട്ട് ഈ കുളത്തിലെ വെള്ളം ഞാൻ തന്നെ ശരിയാക്കും. ഷേർഖാന് വലിയ പരിഭ്രമമായി. അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കുളത്തിലെ വെള്ളം എങ്ങനെ വിഷമായി എന്ന്. ആലോചിച്ച് ആ ദിവസം മുഴുവൻ കുളക്കരയിലിരുന്നു. പക്ഷെ ഷേർഖാന് ഒന്നും മനസ്സിലായില്ല. എല്ലാ മൃഗങ്ങളും ഷേർഖാന്റെ മുന്നിലുണ്ടായിരുന്നു. ഷേർഖാന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു നിന്നു. ഇതെന്താണ് സംഭവിക്കുന്നത്? ഗോൾഡി പറഞ്ഞത് കുറച്ചു കഴിഞ്ഞ് വെള്ളം ശരിയാകുമെന്നല്ലേ, അസുഖം ഭേദമാകുമെന്നല്ലേ? പക്ഷേ എല്ലാവരുടെയും അസുഖം കൂടുകയാണല്ലോ. എന്റെ കാട്ടിലെ മൃഗങ്ങൾ എന്റെ കൺമുന്നിൽ വേദന കൊണ്ട് പുളയുകയാണ്. എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ കാട്ടിലെ രാജാവായിരിക്കാൻ ഞാൻ തീർത്തും യോഗ്യനല്ല. ഷേർഖാൻ, ഇവിടെ നടക്കുന്നതിനെല്ലാം കാരണം ഞങ്ങളാണ്, അങ്ങല്ല. എന്താ നീ ഈ പറയുന്നത്? അപ്പോൾ മൂണ്ടുകുരങ്ങൻ ഷേർഖാനോട് എല്ലാം പറഞ്ഞു. നിങ്ങൾ ഈ ചെയ്തത് വലിയ തെറ്റാണ്. എന്നെ തോൽപ്പിക്കാനല്ലേ നിങ്ങൾ ഈ ചെയ്തത്. ഇപ്പോൾ നോക്ക്, നിങ്ങളുടെ തെറ്റിന്റെ ഫലം ഈ മൃഗങ്ങളാണ് അനുഭവിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഷേർഖാൻ? വെള്ളം എങ്ങനെ വിഷമായെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. നീ ഇക്കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ സൊല്യൂഷൻ പറഞ്ഞു തരാം. ഗോൾഡിയുടെ കാട്ടിലെ മഞ്ഞപ്പൂക്കളുടെ വിഷം നമ്മുടെ കാട്ടിലെ വെള്ളപ്പൂക്കൾക്കെ മാറ്റുവാൻ കഴിയൂ. നിങ്ങൾ 3 പേരും എന്റെ ഒപ്പം വരൂ. 3 പേരും